ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ ഒന്നാമത്തെ സീസണിലെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ഗോർഡൻ റിമ്മർ തന്റെ ആളുകളോട് ഒരു ചെറിയ എലിയെ വേണമെന്ന് ഫോണിൽ ആവശ്യപ്പെടുന്നതാണ്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിലൂടെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ടാറ്റു അടിച്ച എല്ലാവരും തന്നെ എലികളാണ്. എലികളുടെ ശരീരം മനുഷ്യരുടെ ശരീരവുമായിട്ട് ബോഡി സ്വാപ്പ് ചെയ്താണ് ഗോർഡൻ റിമ്മർ അവരെ ഉണ്ടാക്കിയെടുത്തത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ ആ ഒരു ജീവനോടെയുള്ള FBI ഏജന്റിനെ അവർ എലിയാക്കി മാറ്റാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആ മരിക്കാതിരുന്ന FBI ഏജന്റിനെ ഉപയോഗിച്ച് വലിയ എന്തോ ഒരു പദ്ധതി ഗോർഡൻ റിമ്മർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. മരിക്കാതിരുന്ന ആ ഒരു FBI ഏജന്റിന്റെ പേര് ജോസഫ് വീഡിംഗ് എന്നാണ്. പക്ഷെ ഞാൻ ജോസഫ് എന്നേ വിളിക്കുന്നുള്ളൂ. എളുപ്പത്തിന് വേണ്ടിയാണ് ജോസഫ് എന്ന് വിളിക്കുന്നത്. അയാളെ നിർബന്ധപൂർവം പിടിച്ചു കെട്ടിയാണ് അയാളുടെ ശരീരത്തിലേക്ക് ബോഡി സ്വാപ്പ് നടത്തുന്നത്. അയാൾ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അയാളെ എലിയുടെ ശരീരത്തിലാക്കി ലിദിയ സ്പ്രിങ്ങിനെ കൊണ്ട് കഴിപ്പിക്കുന്നു. കാരണം ലിദിയ സ്പ്രിങ്ങിന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു നായയാണല്ലോ. അങ്ങനെ ആ FBI ഏജന്റ് മരിച്ചിരിക്കുന്നു. ആ FBI ഏജന്റിന്റെ ശരീരത്തിന്റെ ഉള്ളിലാകട്ടെ എലിയാണ് ഉള്ളത്. ടാറ്റു അടിച്ച എല്ലാവരും തന്നെ എലികളാണെന്ന് ഇനി മുതൽ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു അടിമയെ പോലെ വളരെ വ്യത്യസ്തമായിട്ട് അവർ പെരുമാറുന്നത്. പിന്നെ കാണിക്കുന്നത് ടോഡിനെയും അമാൻഡയുമാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റ് ഇതേ സമയം ടോഡ് ഒരു ഫോട്ടോയുടെ പുറകിൽ മറച്ചു വെക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഡെറിക് ഉണ്ടാക്കിയ ഏതോ ഒരു ഭക്ഷണ പദാർത്ഥം അമാൻഡെ കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ടോഡ് അത് കഴിക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവൾ അത് കഴിക്കുകയും ടോഡ് പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു സമയത്താണ് പുറത്ത് നിന്ന് ഡെറിക്കും ഫാറയും അവരുടെ കൂടെ വരുന്നതിന് വേണ്ടി ടോഡിനെ വിളിക്കുന്നത്. എന്നാൽ ടോഡിന് അവരുടെ കൂടെ പോകുവാൻ ഒട്ടും താല്പര്യമില്ല. അമാൻഡയുടെ സേഫ്റ്റിയെ കരുതിയാണ് അവൻ അവരുടെ കൂടെ പോകാതിരിക്കുന്നത്. എന്നാൽ അവരുടെ കൂടെ പോകുവാൻ തന്നെയാണ് അമാൻഡ പറയുന്നത്. നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്നത് വളരെ വലിയ കാര്യമല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ, അതുകൂടാതെ തന്റെ സേഫ്റ്റിയെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട. തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളെ 3 പേരെയും കോൾ ചെയ്യുന്നതിന് വേണ്ടി 3 പേരുടെയും നമ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ടോഡിനെ അവരുടെ കൂടെ പറഞ്ഞു വിടുകയാണ് അമാൻഡ. അതുകൂടാതെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഫാറയ്ക്ക് ടോഡിന്റെ മേൽ ഒരു കണ്ണുണ്ടെന്ന്. ഫണ്ണായിട്ടുള്ള രീതിയിലാണ് അമാൻഡ അത് പറയുന്നത്. അതിനുശേഷം അവരുടെ കൂടെ പോകുന്ന ടോഡിനെ കാണിക്കുന്നു. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു വലിയ എനർജി പവർ മിഷനാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോർഡൻ റിമ്മർ അന്വേഷിക്കുന്ന അതേ മിഷൻ തന്നെ. ഇത് പാട്രിക്കിന്റെ ഫാദർ ആയിട്ടുള്ള എഡ്ഗർ സ്പ്രിങ്ങിന്റേതാണെന്നാണ് പറയുന്നത്. എന്നാൽ എഡ്ഗർ സ്പ്രിങ്ങിനെ പറ്റി യാതൊരു അറിവുമില്ല. അദ്ദേഹം മരിച്ചുവെന്നോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നും ആർക്കും ഒരറിവില്ല. പലരും പല അഭിപ്രായങ്ങളാണ് അതിനെപ്പറ്റി പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ചിലർ പറയുന്നു, അദ്ദേഹം മരിച്ചു എന്ന് ചിലർ പറയുന്നു. പാട്രിക് സ്പ്രിങ് ആകട്ടെ അതിനെക്കുറിച്ച് പറയാനും തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാറ അതിനെപ്പറ്റി ചോദിക്കാനും നിന്നില്ല. ഡെറിക് ജെൻലി അതിനുശേഷം വളരെ സന്തോഷത്തോടെ പറയുകയാണ്, ആരും ഇതുവരെയും ഈ അൺലിമിറ്റഡ് എനർജി മിഷൻ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് പറഞ്ഞു തീരുമ്പോഴേക്കും അവർ ആ സ്ഥലത്ത് നടന്ന് എത്തിക്കഴിഞ്ഞിരുന്നു. ഗ്രില്ല് കൊണ്ട് കവർ ചെയ്ത ആ സ്ഥലം കണ്ടു കഴിയുമ്പോൾ തന്നെ അത് ചാടി കയറാൻ ശ്രമിക്കുകയാണ് ഡെറിക് ജെൻലി. എന്നാൽ അവൻ അത് സാധിക്കാതിരിക്കുമ്പോൾ അവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. അവന്റെ ഈ സ്വഭാവം കണ്ടു കഴിയുമ്പോൾ ഫാറ ടോഡിനോട് ചോദിക്കുകയാണ്, എത്ര വർഷത്തോളമായി നിങ്ങൾ തമ്മിൽ പരിചയമായിട്ട്? 3-4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ടോഡ് പറയുന്നു. അവൾ കരുതിയത് ഒരുപാട് വർഷമായിട്ടുണ്ടാകുമെന്നായിരുന്നു. ടോഡ് അതിനുശേഷം പറയുന്നുണ്ട്, പക്ഷേ തനിക്ക് അവനെ ഇഷ്ടമല്ല എന്ന്. പിന്നെ കാണിക്കുന്നത് ഡിറ്റക്റ്റീവ്സിന്റെ അടുത്തേക്ക് വരുന്ന ഏജന്റ് ജോസഫിനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അയാളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എലിയാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെ വളരെ വിചിത്രകരമായിട്ടുള്ള രീതിയിലാണ് അയാൾ അവിടെ പെരുമാറുന്നത്. ഫാറയ്ക്കും ടോഡിനും ഡെറിക്കിനും വേണ്ടിയാണ് അയാൾ അവിടെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അയാൾ അറിയാതെ അന്ന് മോർച്ചറിയിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിനെ കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞു പോകുന്നു. അത് അവരാണ് എടുത്തുകൊണ്ട് പോയതെന്ന്. ഉടനെ തന്നെ തെറ്റ് മനസ്സിലാക്കി FBI ഏജന്റ്സ് ആണ് എടുത്തുകൊണ്ട് പോയതെന്ന് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ അന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് സമ്മതിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എസ്തേവ് ചോദിക്കുന്നു. എന്നാൽ അതിനൊന്നും ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെ അതിനുത്തരം പറയാതെ ഡെറിക് ജെൻലിയെ കോണ്ടാക്ട് ചെയ്തോ എന്നാണ് തിരിച്ച് അയാൾ ചോദിക്കുന്നത്. വീണ്ടും കുറെ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ അതിനും ഉത്തരം പറയാതെ വേറെ ചോദ്യങ്ങൾ ഡിറ്റക്റ്റീവ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഡിറ്റക്റ്റീവ്സിന് എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെയുള്ള മറ്റേ പാർട്ണർ എവിടെയെന്ന് ചോദിക്കുന്നു. അതായത് ഏജന്റ് നഥാൻ എവിടെയെന്ന് ചോദിക്കുന്നു. ഇയാളുടെ ഉള്ളിൽ എലിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഏജന്റ് നഥാൻ ആരാണെന്ന് ഇയാൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് കരുതി എനിക്ക് ഡെറിക് ജെൻലിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ടോഡിനെ കാണണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഡിറ്റക്റ്റീവ്സിനാകട്ടെ കുറച്ചുനാൾ മുമ്പേ വരെയും ശാന്തനായിട്ടിരുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ഓർത്ത് അതിശയം തോന്നുന്നു.
പക്ഷേ എന്തൊക്കെയോ എവിടെയോ വളരെ റോങ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ നായയുടെ കാര്യം പോലും വളരെ വിചിത്രകരമായിരിക്കുന്നു എന്ന് ഇതേ സമയം അവർ പറയുന്നു. ലിദിയ സ്പ്രിങ് ഉള്ളിലുള്ള ആ നായ അവരുടെ പക്കലുണ്ട്. പിന്നെ കാണിക്കുന്നത് ഡിറിക് ജെൻലിയെയും മറ്റുള്ളവരെയുമാണ്. ഡിറിക് ജെൻലി ഗ്രില്ലിൽ പിടിച്ച് അപ്പുറത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ വളരെ നിസ്സാരമായിട്ട് ലോക്ക് കല്ലുകൊണ്ട് തകർത്ത് ഫാറയും ടോഡും അകത്ത് കയറുന്നു. ഫാറയ്ക്ക് ഒരു കുറ്റബോധമുണ്ട്. പാട്രിക് സ്പ്രിങ്ങിനെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നൊരു കുറ്റബോധം. കാരണം ആ സമയം ലിദിയ സ്പ്രിങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നല്ലോ അവൾ. അതുമൂലം അവൾ ബന്ധനസ്ഥതയിലായി പോയി. അത് അവളുടെ തെറ്റാണെന്ന് അവൾ സ്വയം പറയുന്നു. എന്നാൽ അതൊന്നും അവളുടെ തെറ്റല്ല. ഗോർഡൻ റിമ്മറിന്റെ ആളുകൾ വളരെ മോശപ്പെട്ട ആളുകളാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളാണ്, നമുക്ക് ഇതിൽ നിന്ന് പിന്തിരിയാം എന്നൊക്കെയാണ് ടോഡ് പറയുന്നത്. പക്ഷേ ഫാറ പറയുന്നുണ്ട്, നമുക്ക് മാത്രമേ ലിദിയ സ്പ്രിങ്ങിനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ലിദിയ സ്പ്രിങ്ങിനെ നീ കണ്ടതാണ്. പാട്രിക് സ്പ്രിങ് ഇതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു. മരിക്കുന്നതിന് മുമ്പേ ലിദിയ സ്പ്രിങ്ങിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പാട്രിക് സ്പ്രിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ലിദിയ സ്പ്രിങ്ങിനെ രക്ഷിക്കണം. അവസാനം ടോഡും അതിന് തയ്യാറാകുന്നു. അപ്പോഴേക്കും ഡിറിക് അവന്റെ കയ്യിലുണ്ടായിരുന്ന ലിവർ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോളിൽ ഇടുകയും അവൻ പെട്ടെന്ന് അടിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അത് കണ്ടുകൊണ്ട് ടോഡും ഫാറയും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഡിറിക് ആ ലിവറിനെ പറ്റി സംസാരിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാതെ ടോഡ് ആ ലിവറിൽ കയറി പിടിച്ച് അത് വലിച്ചെടുക്കുന്നു. അപ്പോഴേക്കും അവനും ആ ലിവറോട് കൂടി താഴേക്ക് വീണു പോകുന്നു. എന്നാൽ ഫാറയ്ക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം ലിവറും അടിയിലേക്ക് വീണു പോയല്ലോ. പിന്നെ കാണിക്കുന്നത് അമാൻഡയുടെ അടുത്തേക്ക് വരുന്ന ഏജന്റ് ജോസഫിനെയാണ്. കീ ഹോളിലൂടെ നോക്കി അത് ആരാണെന്ന് അമാൻഡെ മനസ്സിലാക്കി. അത് FBI ഏജന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ടോഡ് ഇവിടെ ഇല്ല, കുറെ നേരം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും ആ FBI ഏജന്റ് കാത്തിരിക്കാമെന്ന് പറയുന്നു. വീണ്ടും ഡെറിക്കിനെയും മറ്റുള്ളവരെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു അണ്ടർഗ്രൗണ്ടിലാണ്. അത് ഫാറയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ലിവർ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ആ ക്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡെറിക്ക് മുന്നോട്ട് നടക്കുന്നു. എന്നാൽ അപ്പോഴും ടോഡ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഫാറ പുറത്ത് നിന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോഴേക്കും അമാൻഡയുടെ കോൾ വരുന്നു. അമാൻഡെ എല്ലാ കാര്യങ്ങളും പറയുന്നു. ടോഡിനെ അന്വേഷിച്ചാണ് ആ FBI ഏജന്റ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ പ്രോട്ടോകോളിനെതിരായിട്ട് ടോഡ് അവിടെ ഇല്ലാഞ്ഞിട്ടും അവനെ കാത്ത് അവിടെ തന്നെ നിൽക്കുകയാണ് ആ FBI ഏജന്റ്. അതുകൊണ്ട് തന്നെ അത് വളരെ വിചിത്രകരമായിട്ട് ഫാറയ്ക്ക് തോന്നുന്നു. ഫാറ പറയുകയാണ്, താൻ വരുന്നത് വരെയും വാതിൽ തുറക്കരുത്. അമാൻഡയുടെ കോൾ ആണെന്ന് കേൾക്കുമ്പോൾ അവൾ സേഫ് അല്ലേ എന്ന് ടോഡ് ചോദിക്കുന്നു. എന്നാൽ ഫാറ അതിന് ഉത്തരം പറയുന്നില്ല. അമാൻഡെ ഫോൺ വിളിച്ച സമയത്ത് ടോഡ് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അമാൻഡയ്ക്ക് ഒരുപാട് ഹാപ്പി ആവുകയും അവൾ ഒരുപാട് എക്സൈറ്റഡ് ആവുകയും ചെയ്തിരുന്നു. അതിനുശേഷം താൻ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞ് ഫാറ അമാൻഡയുടെ അടുത്തേക്ക് പോകുന്നു. ടോഡ് അതിനുശേഷം ഒരുപാട് ഫാറയെ വിളിക്കുന്നുണ്ട്. എന്നാൽ കേൾക്കുന്നില്ല. അതിനുശേഷം ടോഡ് വേഗം നടന്ന് ഡെറിക്കിന്റെ അടുത്തെത്തി ഫാറ വരുന്നത് വരെയും അവിടെ തന്നെ നിൽക്കാമെന്ന് പറയുമെങ്കിലും ഡെറിക്ക് അതൊന്നും കേൾക്കാതെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ബാറിൽ ഒരുപാട് മദ്യപിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അത് വേറാരുമല്ല, ഫസ്റ്റ് എപ്പിസോഡിൽ ടോഡ് വർക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ കുടിച്ച് ഒരുപാട് ബഹളം ഉണ്ടാക്കിയ ആ സ്ത്രീ തന്നെയാണത്. ആ സ്ത്രീ വേറാരുമായിരുന്നില്ല, മരിച്ചുപോയ ആ റോക്ക് സ്റ്റാറിന്റെ കാമുകി തന്നെയായിരുന്നു. ആ റോക്ക് സ്റ്റാറിന്റെ ന്യൂസ് തന്നെയായിരുന്നു TV-യിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും അവിടേക്ക് ഗോർഡൻ റിമ്മറും വരുന്നു. ഈ പെണ്ണ് ആ റോക്ക് സ്റ്റാറിനെ സ്നേഹിച്ചിരുന്ന സമയത്ത് ഗോർഡൻ റിമ്മറിന്റെ ഉള്ളിലുണ്ടായിരുന്ന പൊലൂക്സ് തന്നെ ആയിരുന്നല്ലോ റോക്ക് സ്റ്റാറിന്റെ ഉള്ളിലും. അതുകൊണ്ട് തന്നെ എങ്ങനെയോ ഗോർഡൻ റിമ്മർ ആ സ്ത്രീയെ പിന്നീട് പരിചയപ്പെട്ടതാണെന്ന് തോന്നുന്നു. അവർക്ക് വേണ്ടി എന്തോ ഗിഫ്റ്റുമായിട്ടാണ് ആ സ്ത്രീ അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ അത് കണ്ടപ്പോഴേ ആ സ്ത്രീ പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇതൊന്നും എന്നെ ഒരിക്കലും ആശ്വസിപ്പിക്കാൻ പോകുന്നില്ല. അതിനുശേഷം ഗോർഡൻ റിമ്മറും അവരുടെ വിഷമത്തിൽ പങ്കുചേർന്ന് ഒരുപാട് മദ്യപിക്കുന്നു. ഇവിടെ വെച്ചാണ് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ മരിച്ച FBI ഏജന്റ് നദാൻ ഉണ്ടല്ലോ, ആ നദാനെ തന്നെയായിരുന്നു ആദ്യത്തെ എപ്പിസോഡിൽ ടോഡ് അവരുടെ മുറിയിലേക്ക് കയറിയപ്പോൾ ബഹളമുണ്ടാക്കി പോകുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധമെല്ലാം നിർത്തി സ്വന്തം ഭാര്യയുടെ അടുത്തേക്കായിരുന്നു അയാൾ പോയത്. ആ FBI ഏജന്റിനെ ബോയ് ഫ്രണ്ടായി തെരഞ്ഞെടുത്തുവെങ്കിലും റോക്ക് സ്റ്റാറിന് വേണ്ടി മരിക്കുന്നത് വരെയും താൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് ആ സ്ത്രീ ഈ സമയം പറയുന്നുണ്ട്. റോക്ക് സ്റ്റാർ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും എന്നാണ് അവൾ കരുതിയത്. പിന്നെ വീണ്ടും ഡെറിക്കിനെയും ടോഡിനെയും കാണിക്കുന്നു. അവർ നടന്ന് ഒരു വാതിലിന്റെ അടുത്ത് എത്തുന്നു. അപ്പോഴേക്കും അവന്റെ കയ്യിലുണ്ടായിരുന്ന ബൾബിനെ പറ്റിയാണ് ടോഡ് ചോദിക്കുന്നത്. ആ ബൾബ് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡെറിക്ക് ടോഡിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴേക്കും ആ വാതിലും തന്നെ തുറന്നിരുന്നു. ഉടനെ തന്നെ അവർ അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ടോഡ് ഡെറിക്കിനോട് ചോദിച്ചിരുന്നു, ഇത് പുറത്തേക്കുള്ള വഴി ആയിരിക്കുമോ എന്ന്. എന്നാൽ സംശയത്തോടെ ആയിരിക്കും എന്നാണ് ഡെറിക്ക് പറഞ്ഞത്. എന്നാൽ അവർ അകത്ത് കയറിയപ്പോൾ ഉടനെ തന്നെ വാതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അടഞ്ഞു പോവുകയും പെട്ടെന്ന് അവിടമാകെ പ്രകാശിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ബൾബുകളായിരുന്നു അവിടെ പ്രത്യക്ഷമായത്.
അത് പാട്രിക് സ്പ്രിങ്ങിന് നമ്മളോട് പറയാനുള്ള എന്തെങ്കിലും മെസ്സേജ് ആയിരിക്കുമോ എന്ന് ഡെറിക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മതിലുകൾ 4 വശത്തു നിന്നും അവരുടെ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് അവരെ അത് അരച്ചു കൊല്ലാൻ പോവുകയാണ്. അത് കണ്ട് ഡെറിക് പറയുകയാണ്, ഈ മെസ്സേജ് വേറൊന്നുമല്ല, നമ്മൾ മരിക്കാൻ പോവുകയാണ് എന്നാണ്. ഡെറിക് ഇത് ഫണ്ണായിട്ടാണ് പറഞ്ഞതെങ്കിലും അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും മതിലുകൾ പല ഭാഗത്ത് നിന്ന് തള്ളി അതിന്റെ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിന് സാധിക്കുന്നില്ല. ദേഷ്യത്തോടെ ടോഡ് ഇതേ സമയം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും പാട്രിക് സ്പ്രിങ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. ഡെറിക് ആകട്ടെ ദേഷ്യത്തോടെ പറയുകയാണ്, നമ്മളെ കൊല്ലുവാൻ തന്നെ. എന്നാൽ ടോഡ് പറയുകയാണ്, ഒരുപക്ഷെ നമ്മളെ ടെസ്റ്റ് ചെയ്യാനാണെങ്കിലോ മറ്റാരുടെയും കയ്യിലില്ലാത്ത എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ഒരു ടെസ്റ്റ് പാട്രിക് സ്പ്രിങ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ആലോചിച്ച് അതിന് ഉത്തരം കണ്ടുപിടിച്ച് ഡെറിക് പറയുകയാണ്, അതെ, അൺലിമിറ്റഡ് എനർജി ബൾബ്, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇവിടെ ഏതെങ്കിലും എംപ്റ്റി ആയിട്ടുള്ള സോക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് അവിടെ പ്ലേസ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനുശേഷം ഒരുപാട് ടെൻഷൻ അടിച്ച് കുറച്ച് സമയമെടുത്തൊക്കെയാണ് അവർ ആ സോക്കറ്റ് കണ്ടുപിടിച്ചത്. അപ്പോഴേക്കും ആ മതിലുകൾ അവരുടെ അടുത്തെത്തിയിരുന്നു. പക്ഷേ ആ ബൾബ് സോക്കറ്റിലിട്ടപ്പോൾ അത് പ്രകാശിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും തെളിഞ്ഞില്ല. ഉടനെ തന്നെ ആലോചിച്ചു നോക്കുന്ന ഡെറിക്കിന് ഉത്തരം കിട്ടുന്നു. അത് ഡോറിന്റെ നോബാണ്. അത് തുറന്നാൽ നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാം. അത് പറഞ്ഞ ഉടനെ തന്നെ ടോഡിന്റെ കയ്യിലുണ്ടായിരുന്ന ബൾബ് തിരിച്ച് വാതിൽ തുറന്ന് ഉടനെ തന്നെ രക്ഷപ്പെടുന്നു. ജസ്റ്റ് മിസ്സിനാണ് അവർ രക്ഷപ്പെട്ടത്. കാരണം അവർ അവിടുന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ വലിയ സ്പാർക്കുകളും പൊട്ടിത്തെറികളും ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടും ഡെറിക്കിന്റെ ആ ഒരു ഭയം മാറിയിട്ടുണ്ടായിരുന്നില്ല. ആള് ഫണ്ണിയൊക്കെയാണ്, ചിരിച്ചും കളിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നതെങ്കിലും ആൾക്ക് നല്ല പേടിയൊക്കെയുണ്ട്. ടോഡ് അതിനുശേഷം പുറത്ത് കടക്കാൻ വേണ്ടി വാതിൽ അന്വേഷിക്കാൻ മുന്നോട്ട് നടന്നപ്പോൾ അവനെ തടഞ്ഞുകൊണ്ട് പേടിച്ചു പോയ ഡെറിക് പറയുകയാണ്, നമ്മൾ ഇതേപോലത്തെ മറ്റൊരു ട്രാപ്പിൽ ചെന്ന് പെടുകയാണെങ്കിലോ. എന്നാൽ ഇപ്രാവശ്യം പുറത്തു കടക്കാനുള്ള മുൻകൈ എടുത്തത് ടോഡാണ്. എല്ലാ പ്രാവശ്യവും ഡെറിക്കാണ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത്. തനിക്ക് വഴി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ടോഡ് മുന്നോട്ട് നടക്കുന്നു. വീണ്ടും അമാൻഡയെയും FBI ഏജന്റിനെയും കാണിക്കുന്നു. നേരത്തെ അവിടെ വാതിലിന് ലോക്കില്ല എന്ന് മനസ്സിലാക്കി FBI ഏജന്റ് അതിന്റെ ഉള്ളിൽ കയറിയിരുന്നു. അമാൻഡയെ തടയാൻ ശ്രമിച്ചിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല. റൗഡി 3യുടെ അറ്റാക്ക് മൂലമായിരുന്നു ആ വാതിലിന്റെ ലോക്ക് നഷ്ടമായത്. അത് ഇതുവരെയും ടോഡ് ശരിയാക്കിയിട്ടില്ലായിരുന്നു. നേരത്തെ അയാൾ അതിന്റെ അകത്തേക്ക് കയറിയപ്പോൾ അമാൻഡയെ പേടിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർ അവിടെ വരാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ ടോഡിനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫാറ അവിടെ എത്തുന്നു. ഫാറയെ കാണുമ്പോൾ അമാൻഡയ്ക്ക് ഒരുപാട് ആശ്വാസമാകുന്നു. ഫാറയാകട്ടെ ആ FBI ഏജന്റിനെ മൈൻഡ് പോലും ചെയ്യാതെ അമാൻഡയുടെ അടുത്തേക്ക് വന്ന് അയാൾ എന്താണ് ചോദിച്ചതെന്ന് ചോദിക്കുന്നു. അമാൻഡയാകട്ടെ അയാൾ ഏതോ പട്ടിക്കുട്ടിയെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. വളരെ വിയേർഡായിട്ടാണ് അയാൾ പെരുമാറുന്നതെന്നൊക്കെ പറയുന്നു. ഫാറയാകട്ടെ ഒരു വിധത്തിൽ അയാളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ക്യുക്കായിട്ട് അയാളുടെ തോക്ക് പിടിച്ചു വാങ്ങി, എന്തിനാണ് പ്രോട്ടോകോളിനെതിരായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വരത്തിലാണ് ചോദിക്കുന്നത്. എന്നാൽ ഫാറയെ നേരിടാനുള്ള മറുപടിയൊക്കെ അയാൾ നേരത്തെ തന്നെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ പാസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്ത് അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് അവളോട് ചോദിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവൾക്ക് പല സ്ഥലങ്ങളിലും ഉത്തരം മുട്ടിപ്പോകുന്നു. എങ്കിലും അവസാനം അയാൾ വളരെ കൂളായിട്ട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. നിങ്ങൾ ഡീല് ചെയ്യുന്ന കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അയാൾ അയാളുടെ നമ്പർ കൊടുക്കുന്നു. ടോഡും ഡെറിക്കുമാകട്ടെ ഇതേ സമയം ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ അവരുടെ ചുറ്റിലുമുണ്ടായിരുന്ന എല്ലാ വാതിലുകളും അടയുന്നു. നേരത്തെ അവർക്ക് അപകടമുണ്ടായപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു വാതിലുകൾ അടഞ്ഞത്. എന്നാൽ ഇതേ സമയം അവർക്ക് അപകടമൊന്നും സംഭവിക്കുന്നില്ല. അവർ അവിടെ ഒരു റിനോയുടെ കൊമ്പും അതേപോലെ തന്നെ റിനോയുടെ തലയും കാണുന്നു. ടോഡ് ഉടനെ തന്നെ അതിലൊക്കെ തൊടാൻ ഒരുങ്ങുന്നു. എന്നാൽ നേരത്തെ ഷോക്ക് ഇപ്പോഴും വിട്ടുമാറാതിരുന്ന ഡെറിക് അതിന് സമ്മതിക്കുന്നില്ല. എടുത്തു ചാടി പ്രവർത്തിച്ചാൽ അത് നമ്മുടെ മരണത്തിലായിരിക്കും കലാശിക്കുന്നതെന്ന് ഡെറിക് പറയുമ്പോൾ ടോഡ് പറയുകയാണ്, നീ കാരണമാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഡെറിക് അതിന് സമ്മതിക്കുന്നുണ്ട്. എനിക്ക് അമാൻഡയെ പ്രൊട്ടക്ട് ചെയ്തേ മതിയാകൂ. പക്ഷേ നീ കാരണം നമ്മളിപ്പോൾ ഇവിടെ ട്രാപ്പിലായി പോയിരിക്കുകയാണ്. നീ എപ്പോഴും പറയാറില്ലേ നിന്റെ അസിസ്റ്റന്റ് ആണ് ഞാനെന്ന്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യുവാൻ എന്നെ അനുവദിക്കണം. ഞാൻ തന്നെ മുൻകൈ എടുത്ത് അത് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ വാതില് ലോക്ക്ഡ് ആണ്. FBI ഏജന്റ് ആകട്ടെ ഇപ്പോഴും പുറത്ത് കാറിൽ തന്നെയുണ്ട്. ഫാറ പറയുകയാണ്, നിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ എനിക്ക് അവരുടെ അടുത്തേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ നിന്റെ സഹോദരൻ ടോഡ് എന്താണ് ചെയ്യുന്നത്? അവനൊന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് അമാൻഡ അപ്പോൾ പറയുന്നു. ഫാറ പറയുകയാണ്, അങ്ങനെ ഒന്നും ചെയ്യാത്തവരെ FBI ഏജന്റ് ഇങ്ങനെ ഫോളോ ചെയ്യില്ല. ടോഡും ഡെറിക്കും എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടതെന്ന് തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതിൽക്കൽ നിന്നുകൊണ്ടാണ് ടോഡ് പരിശോധിക്കുന്നത്. ആ റൈനോയുടെ കൊമ്പിനെയാണ് ഡെറിക്ക് പരിശോധിക്കുന്നത്.
എങ്ങനെയാണ് പുറത്ത് കടക്കേണ്ടതെന്ന് തല പുകഞ്ഞ് ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. അതിനുശേഷം ആ റൈനോയുടെ കൊമ്പിന്റെ ചുറ്റിലും ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോഴാണ് ഒരു മാർബിൾ കഷ്ണത്തിൽ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നതായി കാണുന്നത്. ഡെറിക്ക് അത് പരിശോധിക്കുന്ന സമയത്ത് അതിലൊന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് അത് ഒരു ബട്ടന്റെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. ഉടനെ തന്നെ ആ വാതിലിന്റെ അവിടെ നിന്ന് അനക്കവും ഉണ്ടാകുന്നു. ഡെറിക്ക് പറയുകയാണ്, ഇത്രയും ചെയ്താൽ മതിയായിരുന്നു, ആ വാതിൽ തുറക്കുമായിരുന്നു. ഇത്രയും ഉള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ താൻ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ വാതിലിന്റെ അടുത്തേക്ക് ഡെറിക്ക് നടക്കുമ്പോൾ ടോഡ് അവനെ തടഞ്ഞുകൊണ്ട് എടുത്തു ചാടിയൊന്നും പ്രവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനെ കളിയാക്കിക്കൊണ്ട് ഡെറിക്ക് മുന്നോട്ട് നടക്കുന്നു. എന്നാൽ ആ വാതിലിന്റെ അടുത്തെത്തിക്കഴിയുമ്പോൾ തന്നെ മിന്നലാക്രമണമാണ് ഉണ്ടാകുന്നത്. ഷോക്കേറ്റ് അവർ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ കത്തിപ്പോകുന്നു. ഒരു വിധത്തിൽ അവയെല്ലാം റിമൂവ് ചെയ്താണ് അതിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നത്. ആ ഒരു കാര്യം നടക്കുന്നതിലൂടെ രണ്ടുപേരും ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട്. ടോഡ് പറയുകയാണ്, നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇനിയും നമ്മൾക്ക് ഷോക്ക് ഏൽക്കും. ആകുലതയോടെ ടെൻഷൻ അടിച്ച് റൈനോയുടെ കൊമ്പിന്റെ അടുത്ത് വന്ന് നിന്ന് ഡെറിക്ക് പറയുകയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് റൈനോയുടെ കൊമ്പ് പരിശോധിക്കുന്ന ഡെറിക്കിന് ഒരു ഐഡിയ വരികയാണ്. റൈനോയുടെ കൊമ്പ് റൈനോയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഡെറിക്ക് പറയുമ്പോൾ ടോഡ് പറയുകയാണ്, അത് നമുക്ക് സാധിക്കില്ല. റൈനോയുടെ കൊമ്പ് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പെട്ടെന്ന് തന്നെ ടോഡിന് ഒരു ഐഡിയ വരികയാണ്. അവൻ റൈനോയുടെ കൊമ്പ് വെക്കേണ്ട സ്ഥലത്ത് പിടിക്കുന്നു. അതിനുശേഷം ഡെറിക്കിനോട് പറയുകയാണ്, ഡെറിക്കിന്റെ ഒരു കൈ കൊണ്ട് റൈനോയുടെ കൊമ്പിലും മറ്റേ കൈ ടോഡിന്റെ കൈയുമായിട്ട് കോർത്തു പിടിക്കാൻ പറയുന്നു. ഉറപ്പായിട്ടും അത് വർക്ക് ചെയ്യുമെന്ന് ടോഡ് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും വേറെ വഴികളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ടോഡ് പറഞ്ഞതുപോലെ തന്നെ ടോഡിന്റെ കയ്യിൽ പിടിക്കുകയാണ് ഡെറിക്ക്. ഉടനെ തന്നെ അവിടെ ഇലക്ട്രിസിറ്റി രൂപപ്പെടുകയും അത് അവരുടെ ശരീരത്തിലൂടെ കടന്നു പോവുകയും ആ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ ഡെറിക്കിന് ശരിക്കും അത്ഭുതമാകുന്നുണ്ട്. ഡെറിക്ക് ചോദിക്കുകയാണ്, ഇത് വർക്കാകുമെന്ന് നിനക്ക് എങ്ങനെ തോന്നി? അതിനുത്തരമായിട്ട് ടോഡ് പറയുന്നത് കണ്ടക്ടിവിറ്റി എന്നാണ്. അതായത് അവർ വൈദ്യുതി കടത്തിവിടുന്ന ഒരു ചാലകം പോലെ അവിടെ പ്രവർത്തിച്ചു. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നേരത്തെ ആദ്യത്തെ തവണ ഷോക്ക് അടിച്ച സമയത്ത് ടോഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാമെന്ന് പറയുന്നുണ്ട്. അത്രയും നേരം ഡെറിക്കായിരുന്നു എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ടോഡിന്റെ മനസ്സ് മാറിയപ്പോൾ ഡെറിക്ക് അതിന് സമ്മതിച്ചില്ല. അതിന് കാരണമായിട്ട് അവൻ പറഞ്ഞത് താൻ എവിടെയാണോ ആയിരിക്കേണ്ടത് അവിടെയാണ് താൻ എപ്പോഴും എത്തിച്ചേരാറുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഈ പ്രപഞ്ചം എന്നെ നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവസാനം അവർ ആ വാതിൽ തുറന്ന് പുറത്തെത്തിയത്. ഇപ്പോഴും ഡെറിക്ക് ആ ലിവറും ബൾബും മിസ്സാക്കിയിട്ടില്ല. അത് അവരുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ വീണ്ടും ടോഡ് താമസിക്കുന്ന സ്ഥലത്ത് പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്ന ആ FBI ഏജന്റിനെ കാണിക്കുന്നു. അയാൾ ഇതേ സമയം ഗോർഡൻ റിമ്മറിനെ വിളിച്ചു പറയുകയാണ്, ഡെറിക്കും ടോഡും അവിടെയില്ല. അതുമാത്രമല്ല അമാൻഡയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഫാറ അവിടെയുണ്ട്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഗോർഡൻ റിമ്മറിന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. അവരുടെ പദ്ധതികളൊന്നും നടപ്പിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ദേഷ്യപ്പെടുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന റോക്ക് സ്റ്റാർ കാമുകിയായിട്ടുള്ള സ്ത്രീ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്റെ നായ മിസ്സിംഗ് ആയി എന്ന് മാത്രമേ ഗോർഡൻ റിമ്മർ പറയുന്നുള്ളൂ. അതും വിഷമത്തോടെ തന്നെ. അതിനുശേഷം ആ ഗിഫ്റ്റ് തുറന്നു നോക്കാൻ ആ സ്ത്രീയോട് പറയുന്നു. ആ ഗിഫ്റ്റ് വേറൊന്നുമായിരുന്നില്ല, റോക്ക് സ്റ്റാർ ഉപയോഗിച്ചിരുന്ന അതേ കോട്ട് തന്നെയായിരുന്നു. ടിബറ്റിലെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ വളരെ റയർ ആയിട്ടുള്ള ഒരു കോട്ടായിരുന്നു അത്. പ്രത്യേകതരം മീനിങ് ഒക്കെ അതിനുണ്ട്. അത് കണ്ടപ്പോഴേ അത് ആ റോക്ക് സ്റ്റാറിന്റെ ആണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോൾ റിമ്മറും അല്പം ഇമോഷണൽ ആകുന്നുണ്ട്. അതിനുശേഷം അയാൾ പറയുകയാണ്, നീ അയാളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നില്ലേ? അയാൾക്ക് എന്ത് പറ്റിയതാണെന്ന് നിനക്കറിയണ്ടേ? നീ എൻ്റെ കൂടെ വന്നാൽ മതി, എല്ലാം ഞാൻ പറഞ്ഞു തരാം. ടോഡും ഡെറിക്കുമാകട്ടെ ഇനി ഇതേപോലത്തെ പസിൽസ് ഒന്നും ഉണ്ടാകില്ല എന്നാണ് കരുതിയത്. എന്നാൽ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്ഥലത്തെത്തി അവിടുത്തെ വാതിലുകൾ അടയുന്നു. വിഷമത്തോടെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്, ഇനി ഇതേപോലത്തെ എത്ര പസിൽസുകളാണ് കടന്നു പോകേണ്ടതെന്ന്. പെട്ടെന്നാണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ബ്രിക്സുകൾ പ്രത്യക്ഷമായിരിക്കുന്നു. അതായത് അവർ ഇപ്പോൾ ഉള്ളത് ഫ്ളാറ്റുകൾ ഉള്ള സ്ഥലത്തിനടുത്തായിരിക്കണം. വീണ്ടും അമാൻഡയെയും ഫാറയെയും കാണിക്കുന്നു. ഫാറയെ ഒരുപാട് പുകഴ്ത്തിയാണ് അമാൻഡ സംസാരിക്കുന്നത്. കാരണം ആ FBI ഏജന്റിനെ എങ്ങനെയാണ് അവൾ ഡീല് ചെയ്തതെന്ന് അമാൻഡയെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വളരെ സ്പെഷ്യലാണ്, എക്സ്ട്രാ ഓർഡിനറി ആണ് എന്നൊക്കെ പറഞ്ഞാണ് അമാൻഡ സംസാരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ട് ഫാറ പറയുകയാണ്, ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് സ്പെഷ്യലായിട്ട് ഒന്നും തന്നെയില്ല. വളരെ വിനയത്തോടു കൂടിയാണ് ഫാറ ഇതെല്ലാം പറയുന്നത്. പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്ന FBI ഏജന്റ് ഇതേ സമയം കാർ എടുത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു.
എന്നാൽ അയാളുടെ കാറ് അവിടുന്ന് പോകുമ്പോൾ തന്നെ റൗഡി 3യുടെ കാറ് അങ്ങോട്ട് വരുന്നതായി കാണിക്കുന്നു. അമാൻഡ ആകട്ടെ ഇതേ സമയം ഫാറയോട് ഡെറിക്കിനെയും ടോഡിനെയും വിളിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ടോഡും ഡെറിക്കും ആകട്ടെ ഇതേ സമയം ഒരു ചെറിയ ഡോറ് തുറന്നിരുന്നു. അതിന്റെ ഉള്ളിൽ സക്കറിയ വെബിന്റെ വീടിന്റെ ഉള്ളിൽ വെച്ച് കണ്ട അതേ ഒരു മെഷീൻ ഇവിടെയും കാണുന്നു. ഈ ഒരു മെഷീൻ ആയിരിക്കും ഈ ഒരു ഫ്ലാറ്റിന് മുഴുവനായിട്ടും എനർജി കൊടുക്കുന്നതെന്ന് ഡെറിക്ക് പറയുന്നു. ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് സന്തോഷത്തോടെ ഡെറിക്ക് പറയുമ്പോഴേക്കും അവിടെ ഒരുപാട് മോണിറ്ററുകൾ തെളിയുകയാണ്. അതിന്റെ ഉള്ളിൽ ഒരുപാട് പിക്ചേഴ്സ് ആണ് പ്രത്യക്ഷമായത്. എന്നാൽ ആലോചിച്ചു നോക്കി ഡെറിക്കിന് അതിനെല്ലാം ഉത്തരം നൽകുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ പസിലിൽ ഡെറിക്ക് സെലക്ട് ചെയ്യുന്നത് പൂച്ചക്കുട്ടിയെയും ഷാർക്കിനെയും നായക്കുട്ടിയെയും പെൺകുട്ടിയുടെ സിംബലിനെയുമാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഡെറിക്ക് ഈ സിംബൽസ് എല്ലാം ചൂസ് ചെയ്തത്. എന്നാൽ ടോഡിന് എന്തുകൊണ്ടാണ് ഡെറിക്ക് ഇതെല്ലാം ചൂസ് ചെയ്തത്, അവന് ഇതെല്ലാം എങ്ങനെ മനസ്സിലായി എന്നതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. അവനോട് ചോദിച്ചപ്പോഴാകട്ടെ അവൻ ആ പസിൽസ് ഒക്കെ ശരിയാക്കുന്നതിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ ടോഡിനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. അതിനുശേഷം അടുത്തതായിട്ട് വന്ന പസിൽസിൽ ഒരുപാട് നമ്പേഴ്സ് ആയിരുന്നു. അതിൽ നിന്ന് ഡെറിക്ക് 3ഉം 1ഉം തെരഞ്ഞെടുത്തു. പാട്രിക് സ്പ്രിങ് ഫാറയ്ക്ക് കൊടുത്ത ലെറ്ററിൽ 3 ക്വസ്റ്റ്യന് ഒരു ഉത്തരം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ചിന്തിച്ചുകൊണ്ടാണ് ഡെറിക്ക് ഇവിടെ 3ഉം 1ഉം തെരഞ്ഞെടുക്കുന്നത്. അതും ശരിയായി. ടോഡിന് ഇതെല്ലാം കണ്ട് ശരിക്കും അതിശയമാകുന്നുണ്ട്. അതിനുശേഷം തെളിഞ്ഞു വന്നത് എന്തോ ഒരു മാപ്പ് പോലത്തെ ഒരു പസിലായിരുന്നു. എന്നാൽ അത് അവർക്ക് കൃത്യമായിട്ട് കാണാൻ പോലും സാധിച്ചില്ല. അതിനു മുമ്പേ വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടായി. വലിയൊരു തീപ്പൊരി പോലെ എന്തോ ഒന്ന് ഡെറിക്കിന്റെ മേലും വന്ന് വീഴുന്നു. അവൻ ഉടനെ തന്നെ വീഴുന്നതായും കാണിക്കുന്നു. ഇതേ സമയം തന്നെ അവർ രണ്ടുപേരെയും ഫാറ കോള് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ കോള് അറ്റൻഡ് ചെയ്യുന്നില്ല. ഉടനെ തന്നെ അവരുടെ അടുത്തേക്ക് അവൾ പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ അമാൻഡയ്ക്ക് എന്തോ അസ്വസ്ഥതകൾ തോന്നുന്നു. അവൾ പറയുകയാണ്, തീയിന്റെ ഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ ഫാറയും ഇതേ സമയം പറയുകയാണ്, അത് നിനക്ക് മാത്രമല്ല എനിക്കും തോന്നുന്നുണ്ട്. അവർ പുറത്തേക്ക് നോക്കി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടണലിൽ നിന്ന് പുക പോകുന്നതായിട്ട് കാണുന്നു. ഉടനെ തന്നെ ആ ഒരു ടണലിന് സമാനമായിട്ടുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോവുകയാണ് ഫാറ. അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ടോഡിന്റെയും ഡെറിക്കിന്റെയും കരച്ചിലുകളും കേൾക്കുന്നുണ്ട്. ഫാറ ഉടനെ തന്നെ ഉച്ചത്തിൽ അവരുടെ പേര് വിളിക്കുകയും അവർ അത് കേൾക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഫാറയോട് മതിൽ തകർത്ത് അവരെ രക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. ഫാറ ഉടനെ തന്നെ അമാൻഡയെ മാറ്റി നിർത്തി മതിലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. എന്നാൽ അപ്പോഴേക്കും കൃത്യസമയത്ത് റൗഡി 3 അവിടെ എത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ ചുറ്റിയ കൊണ്ട് മതിൽ തകർത്ത് അവരെ രക്ഷപ്പെടുത്തുന്നു. ടോഡിനെ ആദ്യമേ രക്ഷിച്ച് മാറ്റി നിർത്തിയിരുന്നു. ഫാറ അവരെ ആക്രമിക്കാൻ നിന്നില്ല. കാരണം അമാൻഡയ്ക്ക് അവരെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യണ്ട എന്ന് അമാൻഡ ഫാറയോട് പറഞ്ഞിരുന്നു. എങ്കിലും അമാൻഡയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഫാറ നിന്നിരുന്നു. അവർ പ്രധാനമായിട്ടും വന്നത് ഡെറിക്കിന്റെ എനർജി ഭക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഡെറിക്കിനെ രക്ഷപ്പെടുത്തി ഉടനെ തന്നെ ഡെറിക്കിന്റെ എനർജി വലിച്ചെടുത്ത് കുടിച്ചതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ തിരികെ പോയി കഴിയുമ്പോൾ ടോഡ് ചോദിക്കുന്നുണ്ട് ഇവരെല്ലാം ആരാണെന്ന്. അത് കേട്ടപ്പോഴാണ് ശരിക്കും ചിരി വന്നത്. അവർ പോയതിന് ശേഷമാണ് ഇവൻ ഇതെല്ലാം ചോദിക്കുന്നത്. അവർ അവിടെ ഉണ്ടായപ്പോൾ തന്നെ നീയൊക്കെ ആരാടാ എന്ന് അവന് ചോദിക്കാമായിരുന്നു. പിന്നെ കാണിക്കുന്നത് അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്നതാണ്. അമാൻഡയ്ക്ക് അവരുടെ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്രവൃത്തികൾ കണ്ടു കഴിയുമ്പോൾ ശരിക്കും സന്തോഷമാകുന്നുണ്ട്. ഫാറ ഇതേ സമയം പറയുകയാണ്, ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് പാട്രിക് സ്പ്രിങ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇതെല്ലാം ചെയ്തു വെച്ചതാണെന്ന്. ഇതൊക്കെ ശരിക്കും കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡെറിക്ക് പറയുകയാണ്, അവിടെയുള്ളത് എഡ്ഗർ സ്പ്രിങ്ങിന്റെ അൺലിമിറ്റഡ് എനർജി സോഴ്സ് ആണ്. പക്ഷെ ആ ട്രാപ്പുകളെല്ലാം ഉണ്ടാക്കിയത് തീർച്ചയായും പാട്രിക് സ്പ്രിങ് ആണ്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ടോഡ് പറയുകയാണ്, പാട്രിക് സ്പ്രിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണ്? തീർച്ചയായും ഇത് ഫാറയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നിരിക്കണം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അതല്ല. ആ മാപ്പ് എന്താണെന്നാണ് മനസ്സിലാവാത്തത്. അത് കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അമാൻഡ പറയുകയാണ്, കുറെ സ്ക്രീനുകളിൽ ഒരു മാപ്പാണോ നിങ്ങൾ കണ്ടത്? അതെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അമാൻഡയ്ക്ക് ഓർമ്മ വരുന്നത് അവൾ കണ്ട വിഷനാണ്. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കൈയെല്ലാം കത്തുന്നത് പോലെ തോന്നിയ സമയത്ത് റൗഡി 3 വന്ന് അവളെ രക്ഷിച്ചിരുന്നല്ലോ. ആ സമയത്ത് അവൾക്ക് ഈ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ മാപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അത് ഏത് മാപ്പാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിനുശേഷം അമാൻഡയുടെ കൂടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ലിവർ ഉപയോഗിച്ച് അമാൻഡ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവൾക്ക് ആ ഒരു വിഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവളുടെ മനസ്സിൽ തോന്നിയ കാര്യം അവൾ അവിടെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ വീണ്ടും ആ മാപ്പ് പ്രത്യക്ഷമാകുന്നു. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതേ സമയം തന്നെ ഇല്ലാതായിരുന്നു. അതുമാത്രമല്ല അവിടെ പ്രത്യക്ഷമായ ഒരു സ്ക്രീനിൽ ടോഡിന്റെയും ഡെറിക്കിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അവളെ രക്ഷിക്കുക എന്ന് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ശരിക്കും അതിശയമാകുന്നു. ടോഡ് പറയുകയാണ്, എങ്ങനെയാണ് ഇയാൾക്ക് നമ്മുടെ പേര് പോലും നേരത്തെ തന്നെ അറിയുവാൻ സാധിച്ചത്? അതുമാത്രമല്ല
അമാൻഡ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൾക്ക് ഇതെല്ലാം എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവൾക്കത് തോന്നി എന്ന് മാത്രമാണ്. അവളുടെ വിഷനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഫാറയ്ക്കാണെങ്കിൽ ആ മാപ്പിൽ കാണുന്ന സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാകുന്നു. ആ സ്ഥലം കൂടി മനസ്സിലായി കഴിയുമ്പോൾ ഡെറിക്ക് ടോഡിനോട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ നാളെ രാവിലെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം. ടോഡ് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് അതിന് തയ്യാറായി. പിന്നെ കാണിക്കുന്നത് റോക്ക് സ്റ്റാറിന്റെ കാമുകിയെയും ഗോർഡൻ റിമ്മറിനെയുമാണ്. റോക്ക് സ്റ്റാറിന്റെ കാമുകിയെയും കൂട്ടി ഗോർഡൻ റിമ്മർ വന്നത് ആനിമൽ ട്രാൻസ്ഫർ യൂണിറ്റിലേക്കാണ്. അവിടെ വെച്ച് റിമ്മർ റോക്ക് സ്റ്റാർ ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും റോക്ക് സ്റ്റാറിന്റെ കാമുകിക്ക് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടു കഴിയുമ്പോൾ റോക്ക് സ്റ്റാറിന്റെ കാമുകി ശരിക്കും ഇമോഷണൽ ആകുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അവന് ചെയ്തത്? ഗോർഡൻ റിമ്മർ ഒന്നും മറച്ചു വെക്കാൻ നിന്നില്ല. ബോഡി സ്വാപ്പ് ചെയ്യുന്ന മിഷൻ അടക്കം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് റോക്ക് സ്റ്റാറിന്റെ കാമുകിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇവർ റോക്ക് സ്റ്റാറിനെ സ്നേഹിച്ചിരുന്ന സമയത്ത് ഗോർഡൻ റിമ്മർ ആയിരുന്നു അയാളുടെ ശരീരത്തിന്റെ ഉള്ളിലെന്നും മനസ്സിലാവുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും ഒരു ഷോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കി അവർ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഗോർഡൻ റിമ്മറിന്റെ ആളുകൾ അവരെ വളഞ്ഞിരുന്നു. അതിനുശേഷം തന്റെ ആളുകളോട് റിമ്മർ പറയുകയാണ്, നിങ്ങൾ ഇന്ന് നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. ആരെയും ശകാരിക്കാനല്ല ഇന്ന് ഞാൻ വിളിച്ചു വരുത്തിയത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. അവർ എന്നെ കുറിച്ച് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ റോക്ക് സ്റ്റാർ ആയിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു എന്റെ ആഗ്രഹങ്ങൾ, അതെല്ലാം തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ എന്റെ കൺട്രോള് തിരിച്ചെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം, പാട്രിക് സ്പ്രിങ്ങിന്റെ അൺലിമിറ്റഡ് എനർജി മിഷൻ. അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവരെല്ലാവരും നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടണ്ട. അതിനുശേഷം റോക്ക് സ്റ്റാറിന്റെ കാമുകിയോട് പറയുകയാണ്, പോർച്ചുഗലിൽ വെച്ച് ഞാൻ നിനക്ക് തന്ന വാക്ക് നീ ഓർക്കുന്നുണ്ടോ? ഞാൻ മരിക്കുകയാണെങ്കിൽ നീയും മരിക്കും. അതും പറഞ്ഞുകൊണ്ട് ഗിറ്റാർ ഉപയോഗിച്ച് തലക്കടിച്ച് റോക്ക് സ്റ്റാറിന്റെ കാമുകിയെയും റിമ്മർ കൊല്ലുകയാണ്. ഇത് തെളിയിക്കുന്നത് ഒരു കാര്യമാണ്, ഇനി റോക്ക് സ്റ്റാറിന്റേതായിട്ടുള്ള ഓരോ ഓർമ്മകളും റിമ്മറിനുണ്ടാകില്ല. ഇതോടെ ഈ എപ്പിസോഡും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും എനേബിൾ ചെയ്തിടുക. സാധിക്കുമെങ്കിൽ ഹൈപ്പ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.